ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്നേക്കാൾ കൂടുതൽ കേൾവിക്കാരുള്ള, എന്നേക്കാൾ കൂടുതൽ സമൂഹം വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് എന്റെ നമ്പർ കൊടുത്തിരിക്കുന്നത് ഉണ്ണിയെ ചീത്ത വിളിക്കാൻ. അവരുടെയൊക്കെ മനസ്സിൽ എനിക്കുള്ളത് ഒരു സാംസ്കാരിക ഗുണ്ടയുടെ റോളാണ്. എനിക്കതപ്പോഴേ മനസ്സിലായി. അപ്പോ ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്. ഇതൊക്കെയാണ് ആ ചലച്ചിത്ര പ്രവർത്തകൻ എന്നെ വിളിച്ച് പറഞ്ഞത്. ഉണ്ണിയെക്കുറിച്ച് വീഡിയോ ചെയ്യണം, ഉണ്ണിയെ നശിപ്പിക്കാൻ കൂട്ടുനിൽക്കണം. ഇനിയിപ്പോ ചലച്ചിത്രകാരൻ പറഞ്ഞതിൽ നിന്നും ഈ പോങ്ങൻ ഖനനം ചെയ്തെടുത്ത പൊരുളുകൾ കൂടി നിങ്ങളുമായി ഞാനൊന്ന് പങ്കിടാം. ഈ വെടക്കാക്കി തനിക്കാക്കുന്ന പോലെ ഉണ്ണി മുകുന്ദനെ സമാജം സ്റ്റാറാക്കി സമൂഹത്തിൽ അവതരിപ്പിച്ചതിന് പിന്നിൽ ആ ചലച്ചിത്രകാരനും കൂട്ടാളികൾക്കും വളരെ കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. കേട്ടാൽ നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ അത്ര കണ്ട് വിശ്വസിക്കാൻ സാധ്യതയില്ല. എങ്കിലും ഞാനൊന്ന് പറയാം. നമ്മുടെ പ്രിയദർശന് മോഹൻലാൽ എന്ന പോലെ ഉണ്ണി മുകുന്ദനെ തന്റെ മോഹൻലാലാക്കി ആ യുവ ചലച്ചിത്രകാരന് അഭിനവ പ്രിയദർശനാകാനും സുഡാപ്പികളുടെ മട്ടാഞ്ചേരി മാഫിയയ്ക്ക് ബദലായി ഹൈന്ദവരുടെ മട്ടാഞ്ചേരി മാഫിയ രൂപീകരിക്കാനും ചലച്ചിത്രകാരനും സംഘവും ആഗ്രഹിച്ചിരുന്നു എന്ന് പറയുന്ന ഒരു വിചാരം, ഈശ്വരൻ സംഭവിക്കരുത്, ഒരു വിചാരം എനിക്കുണ്ട്. എന്നാൽ ഉണ്ണി മുകുന്ദൻ അവരുടെ തൊഴുത്തിൽ മാത്രം കഴിയുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. മനസ്സിലാക്കിയിടത്തോളം ഈ ലോഹിതദാസിന്റെ ദാസനാവാൻ ഗുജറാത്തിൽ നിന്ന് മലയാള സിനിമയിലേക്ക് വന്നിട്ടുള്ള ഉണ്ണി മുകുന്ദന് മറ്റാരുടെയും ദാസനാവാൻ സാധിക്കില്ല എന്ന് പറയുന്ന സത്യം ആ ചലച്ചിത്രകാരന് മനസ്സിലായിട്ടില്ല എങ്കിൽ പോലും പോങ്ങനത് പിടികിട്ടിയിരുന്നു. അതുപോലെ മെഗാതാരത്തെയും സൂപ്പർ താരത്തെയും ഒന്നും വേണ്ട നിലയിൽ മാനിക്കാതെ ഉണ്ണി മുകുന്ദൻ സംസാരിച്ചു എന്നത് എങ്ങനെയാണ് കുറ്റകരമാവുന്ന സംഗതിയാവുന്നത്? സുഹൃത്തുക്കൾ എന്ന് ഉണ്ണി വിശ്വസിച്ചിരുന്ന മനുഷ്യരോട് അവരുടെ സൗഹൃദ സദസ്സിൽ ഉണ്ണി എന്തെങ്കിലും സംസാരിച്ചാൽ തന്നെ ഉണ്ണി അറിയാതെ ഉണ്ണി പറഞ്ഞ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തതാണ് അസൽ തന്തയില്ലാ പണി, അല്ലേ? ആ ഹീനമായ പ്രവൃത്തിയോളം നീചമല്ല ഉണ്ണി വായ കൊണ്ട് പറഞ്ഞ ഒന്നും. അതാണ് സത്യം. അത്തരം റെക്കോർഡുകളെ തെളിവായി എടുത്ത് ഉണ്ണിക്കെതിരെ നിലപാട് സ്വീകരണം നടത്തുന്നത് ആരായാലും അവർ വെളിവ് കെട്ട നികൃഷ്ടരാണ് എന്ന് പറയുന്ന ബോധ്യവും അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണമെങ്കിലും പോകാൻ ഇവിടെ ഉയർത്തുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഇനി മാർക്കോയ്ക്ക് ശേഷം സംഭവിച്ച തന്റെ സിനിമ സൂപ്പർ താരത്തിന്റെ പാപ്പാൻ വിതരണത്തിനെടുത്തത് ഉണ്ണി മുകുന്ദൻ ആശങ്കയോടുകൂടി സമീപിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഉണ്ണിക്ക് ബോധമുള്ളത് കൊണ്ടാണെന്ന് മാത്രമേ പോകാൻ പറയുള്ളൂ. ഒന്നോർക്കണം, സൂപ്പർ താരത്തിന്റെ ചിത്രങ്ങൾ മാത്രം വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു വിതരണ കമ്പനിയാണത്. എന്ന് വെച്ചാൽ സൂപ്പർ താരത്തിന്റെ മകൻ നടിക്കുന്ന ചിത്രം പോലും വിതരണത്തിന് എടുക്കാത്ത ഒരു സ്ഥാപനം, അല്ലേ? അങ്ങനെ ഒരു സ്ഥാപനത്തിന് തന്റെ ചിത്രം വിപണിയിൽ എത്തിക്കാൻ കൊടുത്താൽ അവരത് വേണ്ട നിലയിൽ വിൽക്കാൻ ശ്രമിച്ചില്ല എങ്കിലോ എന്ന് പറയുന്ന ഒരു ചിന്ത ഉണ്ണിക്കുണ്ടായാൽ അത് തെറ്റാണോ? അങ്ങനെ ഒരു സംശയം സ്നേഹിതരോടും ആ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചവരോടുമൊക്കെ ഒന്ന് പങ്കുവെച്ചു പോയാൽ അത് കുറ്റമാണോ? അത് അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന്റെ ഒരു കാര്യമല്ലേ? ആ മനുഷ്യന് ഗോഡ് ഫാദർമാരാരെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഉണ്ണി അങ്ങോട്ട് സഹായിച്ച് കളയാൻ, ഉണ്ണിയെ എടുത്ത് വളർത്താൻ അങ്ങനെ മലയാള സിനിമയിൽ ആരെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുന്നില്ല. അയാൾ ഒറ്റയ്ക്ക് ഈ രംഗത്ത് പിടിച്ചു നിൽക്കാൻ പരിശ്രമിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ അദ്ദേഹത്തിന് തോന്നും ഇപ്പോൾ ഒരു വലിയ വിജയം, മാർക്കോ എന്ന് പറയുന്ന ഒരു വമ്പൻ വിജയം സംഭവിച്ചിരിക്കുന്നു, അതിൻ്റെ പിന്നാലെ വരുന്ന ഒരു സിനിമ പരാജയമായാൽ സ്വാഭാവികമായിട്ടും അതൊരു നല്ല നീക്കമല്ല എന്ന് അയാൾക്ക് തോന്നിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് പങ്കുവെച്ചാൽ എന്താ തെറ്റ്? ഞാനൊരു ഉദാഹരണം പറയാം. നല്ല രസ്യൻ ഗോതമ്പ് വാങ്ങി പൊടിപ്പിച്ച് പാക്കറ്റിലാക്കി അത് നമ്മുടെ ഈ ആശീർവാദ ആട്ടയുടെ വിതരണ സംവിധാനം വഴി വിപണിയിലെത്തിക്കാൻ ഒരാൾ ശ്രമിച്ചാൽ സ്ഥിതി എന്താവും? ആശീർവാദ ആട്ടക്കാരത് ഏറ്റെടുത്തു തന്നെ കൂട്ടിക്കോളൂ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ, ഒഴിവാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അത് ഏറ്റെടുത്തു എന്ന് തന്നെ ഇരിക്കട്ടെ. ആ ആശീർവാദ് ഉറപ്പായും വളരെ ആവേശത്തോടെ വിൽക്കാൻ നോക്കുന്നത് സ്വന്തം ഉൽപ്പന്നം തന്നെയാവും, അല്ലേ? എന്തായാലും ഉണ്ണിയുടെ ആ ആശങ്ക സത്യമായി എന്നുള്ളതല്ലേ വാസ്തവം. മാർക്കോയ്ക്ക് ശേഷം വന്ന ഉണ്ണിയുടെ ആ സിനിമ സൂപ്പർ താരത്തിന്റെ പാപ്പാനാണ് വിതരണം ചെയ്തതെങ്കിൽ പോലും ആ സൂപ്പർ താര ചിത്രത്തിന് നൽകുന്ന യാതൊരു പരസ്യവും പ്രചാരണ വേലകളും അവർ ഉണ്ണിയുടെ സിനിമയ്ക്ക് നൽകിയില്ലല്ലോ. നൽകിയോ? ഒരിക്കലുമില്ല. എന്ന് മാത്രവുമല്ല, സകല ഉണ്ണി വിരുദ്ധരും കൂടി ഒരു കുടക്കീഴിൽ അണിനിരന്നുകൊണ്ട് ഉണ്ണിക്കെതിരെ പാര പണിയാനും തുടങ്ങി. ഏതാനും വ്യക്തികളുടെ ഉള്ളിലെ വിഷം അതവർ അങ്ങോട്ട് പരത്തി. ഉണ്ണിയോടുള്ള വൈരാഗ്യവും വെറുപ്പും വിരോധവും അല്ലാതെ മറ്റൊന്നും ഉണ്ണി വിരുദ്ധരുടെ കൈവശമില്ല എന്നുള്ളതല്ലേ സത്യം. സൂപ്പർ മെഗാ താരങ്ങൾ, സൂപ്പർ നിർമ്മാതാവ്, സൂപ്പർ സംവിധായകർ എന്നിവർക്കൊപ്പം നിൽക്കുന്ന സകലവന്മാരെയും പാട്ടിലാക്കാൻ യുവ ചലച്ചിത്രകാരനും സംഘത്തിനും കഴിഞ്ഞു എന്നുള്ളത് സത്യമാണ്. അവരെയൊക്കെ കയ്യിലെടുത്തു കഴിയുമ്പോൾ സൂപ്പർ താരവും മെഗാ താരവും സൂപ്പർ സംവിധായകരും സൂപ്പർ നിർമ്മാതാവ് ചേട്ടനുമൊക്കെ ഈ കോക്കസിന്റെ ഭാഗമായിട്ട് മാറും. കാരണം യുവതാരത്തിന്റെ അമ്മായിയപ്പൻ അങ്ങ് ദില്ലിയിൽ വരെ പിടിയുള്ള ഒരു ജനസേവന വ്യവസായിയാണ്. സത്യസായി ഭക്തന്റെ വേഷം കെട്ടിയ ഒരു ചാരിറ്റി വ്യവസായിയുടെ തട്ടിപ്പിനൊപ്പം ശകലം പേരുദോഷം കേൾപ്പിച്ചവനാണെങ്കിൽ കൂടി ആ അമ്മായിയച്ഛൻ ഇന്നും വലിയ പിടിപാടാണുള്ളത്.
അല്ലെങ്കിൽ തന്നെ കള്ളന്മാർക്കും കൊള്ളരുതാത്തവന്മാർക്കും ഒക്കെയാണല്ലോ കലികാലത്തിൽ കരുത്തുള്ളതല്ലേ? കരുത്തുള്ളവന്മാരുടെ ആസനം താങ്ങുന്ന സ്വഭാവം മഹാഭൂരിപക്ഷം മലയാളികൾക്കുമുണ്ട് താനും. അതും സത്യമാണ്. സ്വാഭാവികമായും ഉണ്ണിയെ പോലുള്ളവർക്ക് സ്വല്പം സമയദോഷം അതങ്ങനെ സംഭവിച്ചു പോകും. കുറ്റം എങ്ങനെ പറയാൻ പറ്റും? കലികാലമല്ലേ? നല്ലവന്മാരെയൊക്കെ മുച്ചോടെ മുടിക്കുന്ന ഒരു കാലമാണത്. എങ്കിലും ഇതിനൊക്കെ മാറ്റം വരുമെന്ന് തന്നെയാണ് കേട്ടോ പോങ്ങൻ്റെ വിശ്വാസം. കാരണം വാണവന്മാരുടെ കുണ്ടിത്തണലിൽ കുളിർന്ന് ചന്തിത്തൂണുകളായി കരങ്ങൾ സൂക്ഷിക്കാതെ വീണവന്മാർക്ക് സഹായഹസ്തമായി മാറാൻ സ്വന്തം കരങ്ങൾ സൂക്ഷിക്കുന്ന പോങ്ങന്മാരും ഈ ലോകത്തുണ്ടല്ലോ അല്ലേ? പോങ്ങൻ പറഞ്ഞത് കിട്ടിയോ? അതായത് ചുരുക്കി പറഞ്ഞാൽ വാണവന്മാരുടെ കുണ്ടി താങ്ങാൻ വേണ്ടി സ്വന്തം കരം സൂക്ഷിക്കുന്നവരല്ലാതെ വീണവന്മാരെ വലിച്ചുയർത്താനായി കരങ്ങൾ നീട്ടുന്ന പോങ്ങന്മാരും ഈ ലോകത്തുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. അതുകൊണ്ട് ഉണ്ണിക്കും ഒരു നല്ല കാലം വരും, വന്നേ പറ്റൂ. സംഖ്യയെന്ന് സുഡാപ്പികളും സുഡാപ്പിയെന്ന് സംഖ്യകളും ആക്ഷേപിക്കാത്ത ഒരു നല്ല നടനകാലം ഉണ്ണിക്കും വന്നു ചേരും. കാരണം ആ മനുഷ്യൻ അത് അർഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഉണ്ണി വിരുദ്ധരുടെ കാലം വൈകാതെ അസ്തമിക്കുകയും ചെയ്യും, അത് ഉറപ്പാണ്. പ്രകൃതി കെട്ടവരെ ഒന്ന് തഴപ്പിക്കും, കൊഴുപ്പിക്കും, എന്നിട്ടേ അഴുകാൻ അനുവദിക്കും അവരെ. അത് പ്രകൃതിയുടെ ഒരു വികൃതിയാണ്, നേരം പോക്കാണ്, കുസൃതിയാണ്. ഒരു ഒറ്റ പോങ്ങ മനസ്കൻ പോലും ആ ഉണ്ണിയെ പഴിക്കരുതേ എന്ന് പറയുന്ന ഒരു വിചാരം കൊണ്ടാണ് ഞാനിത് പറയുന്നത്. അയാളൊരു പാവം ഉണ്ണി മാത്രമാണ്, അതൊരു പാവമാണ്. ഇത് ഉണ്ണിക്ക് വേണ്ടി ഈ പോങ്ങൻ നടത്തുന്ന PR പ്രവർത്തനമല്ല കേട്ടോ, അങ്ങനെ ആരും വിചാരിക്കരുത്. നിങ്ങളെന്നെ അവിശ്വസിക്കുകയോ വിശ്വസിക്കുകയോ എന്നുള്ളത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല. പക്ഷെ ഇത്രയൊക്കെ പറയുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു സംതൃപ്തിയുണ്ട്. ഇത്രയേറെ ശക്തരായ ആളുകൾക്കെതിരായി സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതെനിക്ക് ദോഷം ചെയ്യുമെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ടും ഞാനിത് പറയുന്നുണ്ടെങ്കിൽ പറയുന്നതിനകത്ത് എന്തെങ്കിലും സത്യമില്ലാതിരിക്കുമോ? നഷ്ടം മാത്രം സംഭവിക്കുന്ന ഒരു കാര്യത്തിനു വേണ്ടി ഒരാൾ ഉറച്ചു നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അയാൾക്ക് ഭ്രാന്തായിരിക്കണം, അതല്ലെങ്കിൽ അയാളൊരു പോങ്ങനായിരിക്കണം, അല്ലേ? ഞാനൊരു പോങ്ങനാണ്. അതുകൊണ്ട് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, ഉണ്ണി മുകുന്ദൻ ഇതുപോലുള്ള അവഗണനയോ അധിക്ഷേപമോ അർഹിക്കുന്ന ഒരാളല്ല. അയാൾക്കും ഇവിടെ അതിജീവിക്കാനുള്ള അവകാശമുണ്ട്. ഏതാനും വ്യക്തികൾ അദ്ദേഹത്തോട് ശത്രുത പേറുന്നതുകൊണ്ട്, ശത്രുത പേർന്ന ആ വ്യക്തികൾ കരുത്തരായി പോയതുകൊണ്ട്, കരുത്തരുടെ ആസനം താങ്ങുന്നവരാണ് മലയാളികൾ എന്നുള്ളതുകൊണ്ട് ഉണ്ണി പെട്ടുപോയി എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഞാൻ വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഇത്രമാത്രം അധപ്പതിച്ച ഒരു സമൂഹമായിട്ട് മാറരുത്. കനത്താസനം താങ്ങികളായി നമ്മൾ മാറിപ്പോവരുത്, ചുരുങ്ങിപ്പോവരുത്. അതുകൊണ്ട് ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അവസരങ്ങൾ ലഭിക്കുന്ന നിലയിലുള്ള ഒരു സാമൂഹ്യ സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെടുക തന്നെ ചെയ്യണം. നമുക്ക് സുഡാപ്പികളാൽ നിയന്ത്രിക്കപ്പെടുന്ന മട്ടാഞ്ചേരി മാഫിയയും വേണ്ട, നമുക്ക് ഹൈന്ദവ സുഡാപ്പികളാൽ നിയന്ത്രിക്കപ്പെടുന്ന മട്ടാഞ്ചേരി മാഫിയയും വേണ്ട. മലയാള സിനിമ എന്ന് പറയുന്നത് നല്ല സർഗശേഷിയുള്ള ചലച്ചിത്രകാരന്മാരെ കൊണ്ടും നല്ല നടന്മാരെ കൊണ്ടും നല്ല ആസ്വാദന നിലവാരമുള്ള പ്രേക്ഷകരെ കൊണ്ടും ഒക്കെ സമ്പന്നമായ നിലയിലേക്ക് വിനോദവും കലയും കച്ചവടവും ഒക്കെയായി മലയാള സിനിമ അങ്ങനെ കൊഴുത്ത് സമ്പന്നമായി പോട്ടെ. അതല്ലാതെ അല്ലെങ്കിൽ ഞാനതൊന്നും പറയുന്നില്ല, പറഞ്ഞിട്ടെന്ത് കാര്യം? Con miedo ardiendo la piel, me llamaste sin preguntar, como si ya supieras que estaba ahí. La noche cabe entre los dos, danzamos sobre olas de lo que sentimos. Yo contigo